അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ മജീദാണ്. ഇന്ന് ഈ വീടിൻ്റെ പടവാട്ടോ, എന്നുവെച്ചാൽ മൊട്ട വെയിലത്താണ് പടവ്. ഇത് പറയാനല്ല ഇന്ന് വീഡിയോസ് വന്നിട്ട്, നമ്മളെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മളെ അയൽവക്കത്ത് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞു തരാൻ എന്താ അറിയോ, ആ മരിച്ച വ്യക്തിക്ക് എന്നുവെച്ചാൽ കടങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ആൾക്കാരെ ഇടയിൽ നിന്ന് പിന്നെ എന്നുവെച്ചാൽ പറയേണ്ടി ഇരുന്നാണ്ട് പള്ളിക്കന്ന് എന്നുവെച്ചാൽ മയ്യത്ത് നിസ്കരിച്ച മുന്നേ പിന്നെ അവിടെ പറയും ഇന്ന ആൾ അത് ഏറ്റെടുത്തു എന്ന് പറയും. അപ്പോൾ വലിയ എമൗണ്ടൊക്കെ കട കാണിച്ചാൽ ആ കട ഒന്നും പെട്ടെന്ന് വീടില്ല. അങ്ങനെ കുറേ കുടുംബങ്ങളെ ഞാൻ കണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയാൻ കാരണം. പക്ഷേ 7 ദിവസം ദിക്കറുണ്ടാവും. എന്നിട്ട് ആ ദിക്കറിന് വന്നിട്ട് അവിടെ നിന്നുണ്ടാകുക, ദിക്കർ കഴിഞ്ഞാൽ ചില ആൾക്കാർ കോട്ടാവിട്ടാക്കാരും ദിക്കർ പിന്നെ ചെല്ലുക. കാരണം അത് പോയിട്ടില്ലെങ്കിൽ മോശം എന്നൊക്കെ കരുതിങ്ങാണ്ട് ദിക്കറിന് പോകുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് ആ ദിക്കറ് കഴിഞ്ഞാൽ കട്ടൻ ചായ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസ്ക്കറ്റ്. എന്നിട്ട് 7ാമത്തെ ദിവസം അല്ലെങ്കിൽ 14-ന് അവിടെ വെറുംചോറും ബീഫും. ഇപ്പോൾ ചില ഭാഗത്ത് കുഴിമന്തിയൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കൽ. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ അറിയോ, ദിക്കറും സലാത്തും ഒക്കെ നമുക്ക് വേണം. പക്ഷേ അത് ദിക്കറും സലാത്തും പറഞ്ഞാൽ അവനാൻ്റെ മക്കൾ അല്ലെങ്കിൽ അവനാൻ്റെ പെങ്ങന്മാർ അല്ലെങ്കിൽ അവനാൻ്റെ ആങ്ങളാർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെല്ലുകയാണെന്ന് വെച്ചാൽ അതുള്ള ഏറ്റവും പടച്ചവും സ്വീകരിക്കുക. കാരണം അതൊക്കെ മനസ്സിൽ നിന്നാക്കാരും ചെല്ലുക. മറ്റേ അയൽവാസികളും അതേമാതിരി കുറച്ച് ലോങ്ങിലെ ആൾക്കാരൊക്കെ വന്ന് ചെല്ലുക പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കണ്ടിരിക്കുന്നത് ഈ 7-നും 14-നൊക്കെ ഈ മൊട്ടം വെയിലത്താക്കാരം എന്ന് വെച്ചാൽ ആസ്പിരാസിൻ്റെ സീറ്റൊക്കെ വലിച്ചിട്ട് അതിൻ്റെ ചോട്ടിലാക്കാരം. ചിലപ്പോൾ മൂലിയാർ വരാൻ താമസം വരും. ആൾക്കാരൊക്കെ വന്നുകൊണ്ട് കസാരയിൽ നിൽക്കും. എന്നിട്ട് അവിടെ ആ ചൂടത്ത് ആ കോട്ടാവിട്ട് കണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ കണ്ടിരിക്കണം. അതൊക്കെ കെതിയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയോ, ഇങ്ങനെ ഈ അലിയക്കും ഈ എന്താ പറയുക കട്ടൻ ചായക്കും കുഴിമന്തിക്കും അല്ലെങ്കിൽ വെറുംചോറ് മൂരിയാച്ചത് അല്ലെങ്കിൽ ബീഫിന് ഇങ്ങനെ ഈ പൈസ ചിലവാക്കണ ആ പൈസ ആ വ്യക്തിയുടെ കടം വീട്ടാൻ അതിക്ക് കൊടുക്കുകയെന്ന് വെച്ചാൽ അതല്ല ഏറ്റവും വലിയൊരു കാര്യം ആ മരിച്ചു പോയ ആൾക്ക്. കാരണം ആ മരിച്ചു പോയ ആളെ കടം എത്രയും പെട്ടെന്ന് വീട്ടിലാണ് ഏറ്റവും വലിയ ഉത്തമം. എന്നാലുള്ളൂ ആ മരിച്ച ആൾക്ക് കവറിൽ നല്ല ഇതിൽ കടക്കാൻ പറ്റുക, അല്ലേ? എന്നുവെച്ചാൽ നമ്മളതിൽ പറഞ്ഞേക്കണ് കടം ഒഴിച്ചുകാണ്ട് വേറെ കാര്യങ്ങളൊക്കെ പടച്ചോന് പൊരുത്തപ്പെട്ടു തരുമെന്ന് പറഞ്ഞേക്കണ്. അപ്പോൾ ഞാൻ പറഞ്ഞെന്താറോ, ഈ വലിയ എമൗണ്ടൊക്കെ ആയിട്ട് മരിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് അത് കൊടുത്ത് വീട്ടാൻ കഴിയൂല. പിന്നെ പള്ളിക്ക് വെറുതെ ആൾക്കാർ കേൾപ്പിച്ചുകൊണ്ട് അത് എൻ്റെ മകൻ അത് ഏറ്റവും എന്നൊക്കെ പറയും. പക്ഷേ അത് കൊടുത്ത് വിട്ടാൻ കഴിയൂല. അപ്പോൾ ഇങ്ങനെ ഈ ദിക്കറിന് ഈ ചിലവാക്കണ ഈ ഈ കട്ടൻ ചായ അല്ലെങ്കിൽ 7-ന് കുഴിമന്തി അല്ലെങ്കിൽ ബീഫും ചോറും ഇതിന് പൈസ ചിലവാക്കണത് ആ പൈസ എടുത്തുകൊണ്ട് കടം വീട്ടാൻ ആ കടത്തൊക്കെ എടുക്കുകയെന്ന് വെച്ചാൽ അതല്ല ഏറ്റവും വലിയ ആ മരിച്ചു പോയ ആൾക്ക് ഏറ്റവും വലിയ ഒരു ഒരു ഹൈറ്, അല്ലേ? ഹൈറല്ലേ എന്ന് പറയാം, അല്ലേ? അപ്പോൾ ഞാൻ ദിക്കറിനും സലാത്തിന് ഞാൻ കുറ്റം പറയാം. ദിക്കറും സലാത്തും ചെല്ലേണ്ടത് പറഞ്ഞാൽ അവനാൻ്റെ കുടുംബം ചെല്ലുമ്പോൾ അത് പടച്ചവൻ്റെ എരുത്തേക്ക് അതെത്തും. പിന്നെ ഇന്നാൾ 2-3 മൂല്യന്മാർ ഇങ്ങോട്ട് പറഞ്ഞിരിക്കണേ. നാളെ ഇങ്ങോട്ട് പറഞ്ഞു, മജീദാക്ക ഇന്ന് 9 മണിക്ക് ഇപ്പോൾ പള്ളിക്ക് എത്തിക്കണമെങ്കിൽ 500 റുപ്യ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ മൂല്യാർ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇന്ന് അവിടെ മരിച്ചതിൻ്റെ ഏയാണ്. അല്ല 10 മണിക്ക് എത്തുകയാണെന്ന് വെച്ചാൽ 10 മണിക്ക് തുടങ്ങുക. 10 മണിക്ക് എത്തുകയാണെന്ന് വെച്ചാൽ 500 റുപ്യ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ മൂല്യാർ ചോദിച്ചപ്പോൾ ഇന്ന് അവിടെ മരിച്ചതിൻ്റെ ഏയാണ് പറഞ്ഞു. ആലോചിച്ച് നോക്കാണ് ഒക്കെ എല്ലീൻ്റെ ഇതിലും തന്നെ പൈസ എന്നുള്ള ഒറ്റ ചിന്തയുള്ള ആൾക്കാർക്ക്, അല്ലേ? ഇനിയിപ്പോൾ ഞങ്ങളെ മേഖല വെച്ചാലും പെരക്കാരൊക്കെ നല്ല റേറ്റിന് എടുത്തുകൊണ്ട് ഈ മൊത്തം കരാറൊക്കെയാണ് കോൺട്രാക്ടർമാർ ചെറിയ റേറ്റിന് ഒന്നുകൂടി കൊള്ളലാഭം കിട്ടാൻ വേണ്ടിയാണ്ട് ബംഗാളിയാൾക്ക് കൊടുക്കും. അപ്പോൾ എങ്ങനെയും പറ്റിച്ചാണ്ട് പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞാണ്ട് പൈസ ഉണ്ടാക്കുക എന്ന ചിന്തയാണ് ആൾക്കാർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ദിക്കറും സലാത്തൊക്കെ വേണം. പക്ഷേ മരിച്ച ആൾക്ക് കടം ഉണ്ടെങ്കിൽ ആദ്യം ആ കടം വീട്ടുക. എന്നിട്ട് അവനാൻ്റെ കുടുംബക്കാർ എന്നുവെച്ചാൽ ദിക്കറ് ചെല്ലുക. ഓക്കെ? അല്ലെങ്കിൽ അത്രയും പൈസ ഇല്ല ആൾക്കാർ മാത്രം ആൾക്കാരെ വിളിച്ചുകൊണ്ട് ദിക്കറിന് വരാൻ പറയാം.
എന്നുവെച്ചാൽ കടം വീട്ടലാണ് ഏറ്റവും വലിയ ഉത്തമം. ഞാൻ കൂടുതൽ നീട്ടി പരത്തി പറയണില്ല.